ിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ കയറി വരുമ്പോഴേ ഇവിടെ ഒരു കുരിശാണ് കാണുന്നത്. ഒരു പള്ളിയും ഒരു മെഡിക്കൽ സെൻ്ററും ഒക്കെയാണ് ഇവിടെയുള്ളത്. ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അപ്പോൾ ഒരു ക്രിസ്ത്യൻ ബേസ്ഡ് ഏരിയ ആണിത്. വെൽക്കം ടു AP ടൂറിസം ഹിൽ റിസോർട്ട്സ്. കിഡ്സ് പ്ലേ ഏരിയ, ഇൻഡോർ ഗെയിംസ്, ഫിഷ് സ്പാ, റൂം AC, റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ, കോൺഫറൻസ് ഹാൾ, സ്വിമ്മിംഗ് പൂൾ, ആയുർവേദ മസാജ് സെൻ്റർ, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഹരിത ഹോഴ്സിനി ഹിൽസിലോട്ട് നമ്മൾ കയറുകയാണ്. ഇവിടുന്ന് വലത്തോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. റിസോർട്ട്സാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവം എന്നറിയില്ല. എന്നാലും നമ്മൾ വലത്തോട്ട് തന്നെ കയറുകയാണ്. ഏതായാലും പോണ വഴി പോലീസ് ചെക്ക് പോസ്റ്റ്. നമ്മൾ ഈ വഴിക്ക് തന്നെ കയറുകയാണ്. ഈ വഴിക്ക് തന്നെ കയറാം. केरला का नहीं क्रिश्चियन उधर से नहीं मुश्किल नहीं जाएगा. बहुत दिन के बाद बारिश मिला. ट्रैक्टर आ रहा है. काम चल रहा है. ओ इधर भी सो सकता है. आहा नीचे जा सकता. राइट साइड में. ओके. പോയിട്ട് കറങ്ങി വരാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ ടൂറിസം വകുപ്പിൻ്റെ ഇതിൽ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പതിയെ തള്ളിക്കയറ്റി ഏറ്റവും മുകളിലെത്തി. ഇനി പതിയെ താഴോട്ട് പോവുകയാണ്. വലിയ കുളങ്ങളൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ താഴെ പോയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ലേഡീസ് ജെൻറ്റ്സ് ടോയ്ലറ്റ്, പാർക്കിംഗ് ഏരിയ, ബസ് സ്റ്റോപ്പ്. അപ്പോൾ താഴോട്ട് പോയി നോക്കാം അല്ലേ? കേരള बारिश आ गया ना, मैं नीचे जाके बैठेगा. അപ്പത്തെ ഫോറസ്റ്റ് ഇക്കോണമിക് കോട്ടേജസ് ആണ്. ഹോഴ്സ്ലി ഹിൽസ് ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസ് ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മഴ ഏതൊക്കെയായാലും നമ്മളിവിടെ മുകളിലെത്തിയപ്പോഴാണ് മഴ സ്റ്റാർട്ട് ചെയ്തത്. ഇനിയിപ്പോൾ പതിയെ ഇരുന്ന് നമ്മുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇതിലെയൊക്കെ നടക്കാം. മഴ ഇപ്പോൾ പോകും വിചാരിക്കുന്നു. അവിടെ ഒരു റെസ്റ്റിംഗ് പ്ലേസ് ഉണ്ട്. അവിടെ പറ്റുമെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ ഒന്ന് കയറ്റി ഇരുത്തി. അയ്യോ ഒന്നും തോന്നുന്നില്ല കേട്ടോ. ഇവിടെ ഒരു അമ്പലമുണ്ട്. എങ്ങനെ കയറ്റി വെക്കാനുള്ള സ്ഥലമില്ല കേട്ടോ. സൈക്കിൾ കയറ്റി വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമില്ല.
പക്ഷേ ഇരിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. ബൈക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ പാർക്ക് ചെയ്താൽ നമ്മളെങ്ങനെ അടുത്ത ആൾ വരും. അതാണ് ഇവിടുത്തെ പ്രശ്നം. നോ പാർക്കിംഗ്. थोड़ा साइड करेगा तो हम भी पार कर सकता. इसका क्या इधर पार्क कर दो. हाँ भाई ചേട്ടൻ ലോക്കൽ, ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നു. കുറച്ച് റെസ്പെക്റ്റൊക്കെയാണ്. നിങ്ങളൊക്കെ ശബരിമലയ്ക്ക് വരുമ്പോൾ നമ്മളൊക്കെ നല്ല റെസ്പെക്റ്റ് തരുന്നുണ്ട്. അവൻ്റെ ബൈക്കൊന്ന് മാറ്റി വെക്കാമെന്ന് ചോദിച്ചപ്പോഴേ ഇടയില്ലെന്ന്. എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണ്, ഫസ്റ്റിലെയാണ് ആന്ധ്രയിൽ വന്നിട്ട് ഒരാൾ റെസ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓഴ്സ്ലി ഹിൽസിൻ്റെ മുകളിലേക്ക് വന്നപ്പോഴുള്ള കാഴ്ച ഇതാണ്. ഒരു ടെമ്പിളുണ്ട്, മനോഹരമായ ഒരു ടെമ്പിൾ. അതിൻ്റെ ഫ്രണ്ടൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഇംഗ്ലീഷിലൊന്നും എഴുതിയിട്ടില്ല, മൊത്തം തെലുങ്കിലായതുകൊണ്ട് വായിക്കാനും പറ്റുന്നില്ല. എന്തോ 5 രൂപയുടെ കണക്ക് പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഓക്കെ, എനിവേ നമ്മൾ 2.5 മണിക്കൂർ കൊണ്ട് 2.5 hour നമ്മൾ എടുത്താണ് ഈ ഹില്ലിൻ്റെ മുകളിലോട്ട് വന്നത്. കുഴപ്പമില്ല, മഴ ചെറുതായിട്ടൊക്കെ ഉള്ളൂ. ചെറിയ കാറൊക്കെ കയറി കിടപ്പുണ്ട്. അപ്പോൾ റെയിനിങ് നടക്കുന്നതിന് മുമ്പ് നമുക്ക് മുമ്പോട്ട് പോവാം. ഒന്ന് കറങ്ങി വരാനുള്ള സ്ഥലമേ ഉള്ളൂ കേട്ടോ. മേളിൽ കൂടെ പോയി താഴോട്ടൊന്ന് ഇറങ്ങി വരിക. പറ്റുമെങ്കിൽ ആ പാറയുടെ മുകളിൽ ടെൻ്റ് അടിക്കുക. ഓക്കെ, താഴെ ഒരു പിള്ളേരുടെ കളിസ്ഥലമുണ്ട്. പിന്നെ ആന്ധ്രാപ്രദേശ് ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ കുറച്ച് റിസോർട്ട് കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അവിടെ. പണികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ, പുതിയ ഡെവലപ്മെൻറ്റ്സാണ്. അപ്പത്തെ വന്ന് ഈ അമ്പലത്തിൻ്റെ സമീപത്തെത്തിയിട്ടുണ്ട്. ഒരു ദേവീക്ഷേത്രമാണ്. അപ്പോഴേ ഇവിടെയാണ് ഇതിൻ്റെ ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളത്. പബ്ലിക് ടോയ്ലറ്റ്സ് ഇപ്പോൾ 2-3 സ്ഥലത്ത് നമ്മൾ കണ്ടു. അതിനുള്ള ഫെസിലിറ്റി എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുഞ്ഞിനെ കൊണ്ടുവന്നത് ഈ സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാതെ അവിടെ ഇരുന്നോളും. അപ്പോൾ ചെറുതായിട്ട് തുള്ളക്കമുണ്ട്, അതുകൊണ്ട് മരത്തേലോട്ട് ചാരി വെച്ചാലോ എന്നൊന്ന് ആലോചിക്കുകയാണ്. ചെറുതായിട്ട് മരത്തേലോട്ട് ചാരി വെച്ചാലോ കുഞ്ഞി? ആ മരത്തെ ചാരി വെച്ചിട്ട് പോയാലോടി, എന്നിട്ട് ലോക്ക് ചെയ്തിട്ട് പോയാലോ? അതായിരിക്കും സേഫ്. അപ്പോൾ ആ മരത്തേലോട്ടൊന്ന് ചാരി വെക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളിലോട്ട് പോകാം. അപ്പം മരത്തേലോട്ട് ചാരി വെച്ചിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. പക്ഷേ കുരങ്ങന്മാരാണ് പ്രശ്നക്കാർ. അവർ വന്ന് വല്ലതും എടുത്തുകൊണ്ട് പോയാൽ നമ്മൾ പെടും, അതേ ഉള്ളൂ പേടി. അപ്പോൾ ഏതൊക്കെയായാലും ഞാൻ മുകളിലോട്ട് പോവുകയാണ്. ഇവന്മാർ ഇതൊക്കെ വലിച്ചു പറിക്കുന്നത്, അതാണ് പ്രശ്നം. ഇവന്മാർക്ക് അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. ഏതായാലും പോയി നോക്കാം. അങ്ങേ സൈഡിലേ ഉള്ളൂ കുരങ്ങന്മാർ. പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ഇവിടെ ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. ഇതാ ഈ സൈഡിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേന്തേ നമ്മൾ കയറി വന്ന ആ ഭാഗമാണ് കാണുന്നത്. മുൻപ് ഇതെല്ലാം വേലിയിട്ട് വെച്ചിരുന്ന സംഭവങ്ങളാണ്. ആന്ധ്രാപ്രദേശിലെ ഏറ്റവും ഹൈറ്റുള്ള ഒരു ഹിൽ സ്റ്റേഷനാണിത്. അപ്പോൾ 4000 അടിയോളം ഉയരത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അവിടെയൊക്കെ ചെറിയ ചെറിയ റിസോർട്ടുകളൊക്കെ വരുന്ന രീതികളാണ്. നാച്ചുറലായിട്ടുള്ള രീതിയിലാണ്. ഇവിടുത്തെ ഒരു മോഡലിൽ തന്നെയാണ് അവിടെ റിസോർട്ടുകളൊക്കെ പണിയുന്നത്. പക്ഷേ ഇവിടെയൊക്കെ പഴയ കോൺക്രീറ്റ് ബിൽഡിംഗ് ഒക്കെയാണ്. ചെറിയ നദിയും തടാകങ്ങളും ഒക്കെ താഴെ കാണാൻ പറ്റുന്നുണ്ട്. ആ മലയുടെ മുകളിലൊക്കെ വനമേഖലയാണ്. മൊത്തം മറ്റേ യൂക്കാലിപ്റ്റസ് പോലുള്ള മരങ്ങളാണ് കൂടുതലും. ഇപ്പോൾ കാഴ്ചയിൽ വളരെ മനോഹരമായൊരു സ്ഥലമാണ്. ഇവിടെ നായ്ക്കളൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഞ്ഞിക്കൊരു പ്രതിബന്ധമായിട്ട് അവരിവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ റെസ്റ്റോറൻറ്റിലൊക്കെ ഒന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഏതായാലും വല്ലതും കഴിക്കാൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ഹോട്ടലിന് പേരേ ഉള്ളൂ. ഇതായിരിക്കും പ്രശ്നങ്ങൾ. ഇവിടെ കൂടുതൽ സ്ഥലങ്ങളിൽ ഹോട്ടലിന് പേരേ കാണത്തുള്ളൂ.
വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ സ്ഥലം കാണിയാല. അപ്പോൾ ശരി, ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. ഇത് നല്ലൊരു കാഴ്ച കേട്ടോ, നല്ലൊരു വ്യൂ. സെറ്റപ്പ് ഭയങ്കര, പക്ഷേ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, നോൺ വെജ് ഉണ്ട് വെജ് ഉണ്ടെന്നൊക്കെ. കയറി ചെന്നപ്പോഴാണ് അവിടെ ശാപ്പാടും ഇല്ലൊരു കുന്തവും ഇല്ല. അപ്പം നമ്മൾ നേരെ താഴോട്ട് പോയി വല്ല ചായയും കുടിച്ചിട്ട് സ്ഥലം വിടാമെന്ന് വെക്കുകയാണ്. ഇവിടെ മുഴുവൻ ഈ കല്യാണത്തിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ വരുന്ന ആൾക്കാരും റീൽസ് എടുക്കാൻ വരുന്ന ആൾക്കാരുമേ ഉള്ളൂ. ഞാനവിടുത്തെ ടൂറിസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞപ്പോഴത്തേനും ഭയങ്കര സൈറ്റാണെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ചായയും വാങ്ങിച്ച് വെച്ച് മണിക്കൂറുകൾ വർത്തമാനം പറഞ്ഞിരിക്കുന്ന ആൾക്കാർ, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇനിയിപ്പം കഴിക്കണത് താഴെ പോകണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴത്തേ ഞാൻ ഹോഴ്സ്ലി ഹിൽസിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. ഇത് ആന്ധ്രാപ്രദേശ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്നത്. അപ്പം ഞാൻ നിൽക്കുന്നത് സൂ, പിള്ളേർക്കുള്ള കളിസ്ഥലം, പിന്നെ ഒരു ബോട്ടിംഗ് ലേക്കുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നമ്മൾ അകത്തോട്ട് കയറിയതാണ്. 25 രൂപയാണ് ഇവിടുത്തെ ഫീസ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. ഗൂഗിൾ പേ ചെയ്താൽ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ നമ്മൾ ഇതിൻ്റെ അകത്തൊന്നും കയറി നോക്കണ്ട, ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇവിടെ കയറി ഡയറക്റ്റ് നമുക്ക് പൈസ എടുത്താൽ അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത സംഭവങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ ശരി, നമുക്ക് അതിൻ്റെ അകത്തോട്ട് പോകാം. എൻ്റെ മുമ്പിൽ കൂടി ആശാന്മാർ ഓടി നടക്കുകയാണ്. കയറി വരുമ്പോഴേ നമ്മൾ കാണുന്ന മാൻകുട്ടികളെയാണ്. ഇതുണ്ടോ, ഇവിടുന്ന് അവൻ കൊണ്ടുവന്ന് കൊടുത്ത ബിസ്ക്കറ്റ് തിന്നാനുള്ള പരുവത്തിലാണ്. അവൻ ആ ബിസ്ക്കറ്റ് അടിച്ചു മാറ്റുന്നു, അവൾക്ക് ഓടിക്കുകയില്ല. അതെ, അവനത് അടിച്ചു മാറ്റി, അടുത്തവനും അടിച്ചു മാറ്റി. അപ്പോഴത്തെ ഇവിടെ ഒരു പുള്ളിമാൻ കിടപ്പുണ്ട്. നമുക്ക് നമ്മുടെ കാടുകളിൽ നിറയെ കാണാൻ പറ്റുന്ന സാധനമാണ് പുള്ളിമാൻ. ഇതെന്താ, അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ കയറി ചെല്ലുന്ന യമുക്കൾ കിടക്കുന്ന യമുവാണ്. നമുക്ക് നമ്മുടെ നാട്ടിലെ എല്ലാ ഫാമുകളിലും കാണാൻ പറ്റുന്ന സാധനമാണ് യമു. അപ്പോൾ യമുവിൻ്റെ ഒരു കൂടാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. കാരണം നമ്മളൊന്നും അവിടെ ഫീഡ് ചെയ്യാറില്ല. ഇവിടെ എല്ലാവരും ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് യമുവിൻ്റെ മുകളിലൊരു കുഞ്ഞിക്കാസാധനം കയറിയിരിക്കുന്നുണ്ടോ. ഇതാണ് ഇവിടുത്തെ കളി. ഇവിടെ എല്ലാവരും ഫീഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ കുഞ്ഞിയും എല്ലാവരും സേഫാണ്. നമ്മുടെ നാട്ടിലെല്ലാ മിക്ക കിളി വളർത്തുന്ന ആളുകളുടെയും വീട്ടിലുള്ള സാധനമാണ് യമു. അപ്പോഴത്തേത് ഒരു മയിലെണ്ണ ഇതിൽ നടപ്പുണ്ട് തേണ്ടിരിക്കുന്നത്. എന്നടി ആൺമയിൽ ഇതേ ആ സൈഡിൽ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തും മയിൽ തന്നെയാണ്. അപ്പം മയിലുകളുടെ ഒരു ഏരിയ ആണ്, വൈറ്റ് ജെയിൻ്റാണ്. കൂടുതൽ ഏരിയയിൽ വൈറ്റ് ജെയിൻ്റ് ആണല്ലോ ധാരാളമുള്ളത്. വൈറ്റ് ജെയിൻ്റ് മയിലുകളുടെ ഒരു ഏരിയ ആണ്. എല്ലാവരും കിടന്ന ഉറക്കവും തീറ്റയൊക്കെയാണ്. പിന്നെ ഇവിടെ വരുമ്പം കാണുന്നത് ചെറിയ ചെറിയ പ്രാവുകൾ, ഒരു വലിയ മയിലെണ്ണം ചെറിയതാണ് കേട്ടോ, ചെറിയ കുഞ്ഞാണ്. പ്രാവുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഈ മരങ്ങളുടെ ഇടയിലാണ് ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. ഇതാണ് സ്റ്റാർ ആമകളുടെ ഏരിയയാണ്, സ്റ്റാറാണ്. ഇതുണ്ടോ, അവർ വെജിറ്റേറിയൻ ടീംസാണല്ലോ. കാലെന്തോ വല്ലാണ്ട് മരച്ചു പോയിരിക്കുകയാണ് ഇടത്തെ കാല്. നമ്മൾ തള്ളി കയറ്റിയത് കൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞുകൊണ്ടായിരിക്കും. ഇതുണ്ടോ, ഇന്ത്യയിലും ശ്രീലങ്കയിലും കാണുന്ന ആമകളാണ് സ്റ്റാർ ആമകൾ. ഇതിനെ പിടിച്ചാലാണ് വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നത്. പക്ഷേ ഇതിൻ്റെ ചില ആളുകളെയൊക്കെ നമുക്ക് വളർത്താൻ പറ്റും. ഇതിനെ പിടിച്ചാൽ അത് നിയമവിരുദ്ധമാണ്. ഇന്ത്യയിലും ശ്രീലങ്കയിലും മാത്രം കാണുന്ന ആമകളാണ്, സ്റ്റാറാണ്. നക്ഷത്ര ആമകൾ എന്ന് പറയുന്ന സാധനം. നക്ഷത്ര ആമേനെയും ഇരുതലമൂരിനെയും പിടിച്ച് കൊടുക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതിൽപ്പെട്ട മെയിൻ ആളാണ് ഈ നക്ഷത്ര ആമ. അങ്ങനെ നമ്മൾ അവിടുന്ന് കയറി വരുമ്പോഴത്തേനും കാടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ വരാം.
ഇവിടെ വലിയ കാര്യമായിട്ട് മൃഗങ്ങളൊന്നുമില്ല, എഴുതി വെച്ചിരിക്കുന്ന എല്ലാ മൃഗങ്ങളെയൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ളൊരു സൗകര്യമുണ്ട്, ഒരു ഗസീബോ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ലേക്ക് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. നല്ല തണുപ്പാണ് കേട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ മരങ്ങൾ കൊണ്ടുള്ള തണുപ്പാണ്, അല്ലാതെ ഒരു മഞ്ഞിൻ്റെ ഒരു തണുപ്പല്ല. പിന്നെ മഴക്കാറിൻ്റെ ഒരു മൂടലുണ്ട്. WH ഹോഴ്സ്ലി എന്നയാൾ നിർമ്മിച്ച ഒരു കൊട്ടാരമാണിത്, ഒരു ബംഗ്ലാവ്. നമ്മുടെ നാട്ടിലെ വിദേശികൾ വന്ന് നിർമ്മിച്ച ബംഗ്ലാവുകളുണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ ഒരു ബംഗ്ലാവാണിത്. ബിൽഡ് ബൈ WH ഹോഴ്സ്ലി ഇൻ 1871. ബ്രിട്ടീഷുകാരനായിരുന്നെന്ന് തോന്നുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല, ഇത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. എല്ലായിടത്തും കൺസ്ട്രക്ഷൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ സെറ്റപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകളെ കൂടുതൽ ആകർഷിക്കാനുള്ള ഒരിതാണ്. ഇതൊരു വ്യൂ പോയിൻ്റാണ്, വാച്ച് ടവറാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്, കണ്ടല്ലോ, വന്നു കഴിഞ്ഞാൽ തിന്നാൻ വാച്ച് ടവർ ഉണ്ടാക്കിയിട്ടാലും വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കിയിട്ടാലും അതിൻ്റെ അകത്തായിരിക്കും. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടേണ്ട രീതിയിലാണ് ഇത് ചെയ്തു വെക്കുന്നത്. പക്ഷേ ഒരു ഫാമിലിയോ ആരെങ്കിലും വന്നിട്ട് ആ വാച്ച് ടവറെ കയറി അങ്ങ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കും. മറ്റുള്ളവർ വന്ന് വാച്ചണയിൽ അവരുടെ മണ്ട കയറി വാച്ചേണ്ടി വരും. ഫുഡിനുള്ള സെക്ഷൻ അപ്പുറത്ത് കാണും, അല്ലെങ്കിൽ ഈ പറമ്പിൽ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാം. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്, ഞാനത് കണ്ട പ്രത്യേകതയാണ്. भैया इधर से ऊपर जाने के लिए नहीं है ना? ये बोटिंग एरिया किधर है? उधर है। अच्छा, उधर जो बोट है ना, बोट से सामने उधर है. ഓക്കെ 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 ജി, ശുക്രിയ. ഇവിടെ മൊത്തം കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ എല്ലാ ഏരിയയിലും കയറി പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോഴത്തെ നമ്മളിങ്ങനെ നടന്നു പോവാണ്. വളരെ രസമാണ് കേട്ടോ ഇങ്ങനെ പോകാൻ. ഒരു സാധ്യത വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ പതിയെ താഴോട്ട് വിടുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ വന്നാലേ ചിലപ്പോൾ പണി കിട്ടിയാലോ. ഇവിടെ ഫുള്ള് വീഡിയോ ഷൂട്ടിങ്ങിൻ്റെ ആൾക്കാരാണ്, കല്യാണത്തിൻ്റെ വീഡിയോ ഷൂട്ടിങ്. അപ്പോൾ ശരി, നമ്മൾ നേരെ താഴോട്ട് വിടുവാണ്. കാരണം ഇനി ഇവിടെയൊന്നും കാണാനൊന്നുമില്ല, എല്ലായിടത്തും മെയിൻ്റനൻസ് പണികൾ നടക്കുകയാണ്. അത് തന്നെയാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കേണ്ടി വരിക. അപ്പോൾ കുഞ്ഞ് ഈ പൂമരത്തിൻ്റെ ചുവട്ടിലിരിക്കുകയാണ്, വാഗയുടെ ചുവട്ടിൽ. തമിഴ്നാട്ടിൽ വന്ന ഒരു ടീമിൻ്റെ ബാറ്ററി ഡൗൺ ആയി പോയിട്ട് പാവങ്ങൾ വായും പൊളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ പറയുകയാണ്, അത് നീ പാട്ടിട്ടോണ്ട, AC ഇട്ടോണ്ട എന്നൊക്കെ. ബാറ്ററി ഡൗൺ ആകുന്നത് അതുകൊണ്ടൊന്നും അല്ലല്ലോ. പാട്ടിട്ടാൽ റണ്ണിങ്ങിലിരിക്കുന്ന വണ്ടിയെ പാട്ടിട്ടാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ അതാണ്, ഭയങ്കര വിദ്യാഭ്യാസമുള്ളവരോ കേട്ടോ. തമിഴ്നാട്ടിൽ നിന്ന് വന്ന വണ്ടിയാണ്. കുറേ അതായത് കസ്റ്റമേഴ്സ് എല്ലാം നമ്മുടെ ഹോട്ടലിൻ്റെ വെളിയിൽ നിന്ന് ചായ കുടിക്കുമ്പോഴത്തേനും ഇവരൊരു 8 പേര്, 2 ആണും 6 പെണ്ണുങ്ങളും അവിടുത്തെ കസേര മുഴുവൻ അങ്ങ് കവർ ചെയ്തങ്ങ് ഇരുന്നു. നമ്മുടെ ചില മലയാളികളും കാണിക്കുന്ന ഒരു പരിപാടിയാണ്. കുറച്ച് വലിയ ജോലിയുള്ളവർ നിരന്നിരുന്നിട്ട് ഒരു ജാടപ്പരിപാടി ഉണ്ടല്ലോ, ആ ജാടപ്പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പോയി കാറയിലോട്ട് കയറാൻ നേരത്താണ് ചമ്മിപ്പോയത്. എല്ലാം കൂടി വായും പൊളിച്ച് തെക്കോട്ടും വടക്കോട്ടും നോക്കി നിൽപ്പുണ്ട്. ഏതൊക്കെയാലും കടക്കാർക്ക് രക്ഷയായി. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറ്റം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പോയാൽ. പെങ്കൊച്ച് ഉറങ്ങുവാണ് കേട്ടോ, കണ്ണ് തുറന്നു, നല്ല ഉറക്കത്തിലായിരുന്നു. എന്നാൽ താഴോട്ട് പോകുമ്പോൾ ഉറങ്ങാം. നമ്മൾ എവിടെ ചെന്നാലും മഴയ്ക്കൊരു സാധ്യതയുണ്ട്. ഒരു മഴ പെയ്തും പോയതാണ്. നമ്മൾ ഏത് ഹിൽ സ്റ്റേഷനിൽ ചെന്നാലും അവിടെ അപ്പം മഴയായിരിക്കും. മഴ കഴിഞ്ഞപ്പോഴത്തേന് എന്ത് രസമാണ് കാണാൻ നോക്കി. ആകാശമൊക്കെ കാണാൻ വളരെ മനോഹരം, ആ ക്ഷേത്രമൊക്കെ കാണാൻ വളരെ മനോഹരം. അപ്പോൾ നമ്മൾ നേരെ ആ ഇതിൻ്റെ അകത്തൊക്കെ പോയിട്ട് വന്നതാണ്, അവിടുത്തെ ബംഗ്ലാവിലൊക്കെ പോയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വ്യൂ പോയിൻറ്റുകളൊക്കെ താഴെയുണ്ട്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി വ്യൂ പോയിൻറ്റുകളൂടെ കണ്ടിട്ട് നമുക്ക് യാത്ര തിരിക്കാം. കുഞ്ഞിതേ ഉറക്കം കഴിഞ്ഞ് അവൾ എഴുന്നേറ്റു, നല്ല തണുപ്പായി. ഇനിയിപ്പോൾ അവൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ കേട്ടോ. ഇതുണ്ടോ, കണ്ണടച്ച് കിടന്ന് ആശാത്തിക്ക് നല്ല സുഖമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുന്നതുകൊണ്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അപ്പോൾ ശരി, നമ്മൾ നേരെ മല ഇറങ്ങുകയാണ്. ഇപ്പോഴത്തെ ഒരു ചൂട് കാറ്റൊക്കെ വന്നു. അപ്പോൾ ശരി, പോവാം.
അപ്പോൾ ഇനി ഫുൾ ഇറക്കം വിട്ടുള്ള പരിപാടിയാണ്. ഇനി ഒന്നും നോക്കുന്നില്ല, താഴെ ചെന്നേ ഇനി നിൽപ്പുള്ളൂ. സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും നിർത്തി 1 2 2 3 3 4 5 6 എല്ലാ വണ്ടിയിലും പോലീസെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വീട്ടിൽ കിടക്കുന്ന വണ്ടിയെ പോലീസെന്ന് എഴുതി വെക്കുന്നത് ആദ്യമായിട്ട് കാണുക. ഇവിടുത്തെ ഒരു സിസ്റ്റമാണെന്ന് തോന്നുന്നു കേട്ടോ. ടൂർ പോകുന്ന വണ്ടിയെ പോലീസെന്ന് എഴുതി വെക്കുക. വാട്ട് എ സ്റ്റുപ്പിഡ് സിസ്റ്റം.